ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെ ശക്തമായ ഒരു മുന്നറിയിപ്പുമായി വന്നിരിക്കുകയാണ് ഇറാൻ സൈനിക മേധാവി. അമേരിക്കൻ ഐക്യനാടുകളോ അല്ലെങ്കിൽ ഇസ്രായേലോ വീണ്ടും ഒരു ആക്രമണം നടത്തിയാൽ ശക്തവും നിർണായകവുമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ മുഹമ്മദ് പാക്പൂർ മുന്നറിയിപ്പ് നൽകി. ഭാവിയിൽ നടന്നേക്കാവുന്ന ഏതുതരം ആക്രമണങ്ങളെയും ഇറാൻ നേരിടുമെന്ന് പറഞ്ഞ അദ്ദേഹം ആക്രമണം നടത്തുന്നവർക്കെതിരെ നരകം തുറക്കുമെന്നും പ്രതിജ്ഞയെടുത്തു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്ന് ഭീഷണികൾ തുടരുന്ന പശ്ചാത്തലത്തിൽ മധ്യേഷ്യയിൽ നിലനിൽക്കുന്ന വർദ്ധിച്ച സംഘർഷങ്ങളെയാണ് ഈ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. ഇറാഖ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖാസിം അൽ അരാജിയുമായി ടെഹ്റാനിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് മേജർ ജനറൽ മുഹമ്മദ് പാക്പൂർ ഈ നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ്റെ വർദ്ധിച്ചു വരുന്ന പ്രതിരോധശേഷി എടുത്തു പറഞ്ഞ അദ്ദേഹം കഴിഞ്ഞ ജൂണിൽ നടന്ന 12 ദിവസത്തെ സംഘർഷത്തെക്കുറിച്ചും സംസാരിച്ചു. ആ സംഘർഷം നടക്കുന്ന സമയത്ത് ഇറാൻ കാണിച്ച ദേശീയ ഐക്യത്തെയും ഉപയോഗിച്ച മിസൈലുകളുടെ കൃത്യതയെയും അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. ശത്രുക്കൾ ഭീഷണിപ്പെടുത്തിയാൽ അതിനെ നേരിടാൻ ഇറാൻ ഒട്ടും മടിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ പരാമർശങ്ങളിലൂടെ അദ്ദേഹം നൽകിയത്. ഇറാൻ്റെ കമാൻഡറും ഇറാഖ് സുരക്ഷാ ഉപദേഷ്ടാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചില സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തങ്ങളുടെ അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ധാരണയായി. അതുകൂടാതെ ശത്രുതാപരമായ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുമായി ഒരു സംയുക്ത ഫീൽഡ് കമ്മിറ്റി രൂപീകരിക്കാനും ഇറാനും ഇറാഖും ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മേജർ ജനറൽ മുഹമ്മദ് പാക്പൂറിൻ്റെ കടുത്ത മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തുടർച്ചയായ ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പ്രതിരോധവും പ്രത്യാക്രമണ ശേഷിയും ഉയർത്തിക്കാട്ടാനുള്ള ഇറാൻ്റെ തന്ത്രപരമായ ഒരു നീക്കമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. മധ്യേഷ്യയിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാനുള്ള സാധ്യതയിലേക്കാണ് ഇറാൻ്റെ ഈ മുന്നറിയിപ്പ് വിരൽ ചൂണ്ടുന്നത്. 3 മാസം മുന്നേ ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തൊള്ള അലി ഖമനേയിക്ക് അയച്ച ഒരു കത്തിലും ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഭരണകൂടത്തിനെതിരെ ഉടൻ തന്നെ നരകത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്ന കാര്യം മേജർ ജനറൽ മുഹമ്മദ് പാക്പൂർ എഴുതിയിരുന്നു. സയനിസ്റ്റ് ഭീകര ഭരണകൂടം ഇന്ന് ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ ദേശീയ സുരക്ഷയ്ക്കും പ്രാദേശിക സമഗ്രതയ്ക്കുമെതിരെ നടത്തിയ കുറ്റകൃത്യം തീർച്ചയായും പ്രതികാരമില്ലാതെ വിടില്ല എന്നാണ് ജൂണിലെ ആക്രമണത്തെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. ഇറാൻ ചെയ്യാൻ പോകുന്ന പ്രതികാരം ആക്രമണങ്ങളിലൂടെ ചോരയിൽ കുളിച്ച കമാൻഡർമാർ, ശാസ്ത്രജ്ഞർ, ജനങ്ങൾ എന്നിവർക്ക് വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം എഴുതിയിരുന്നു. നിരവധി ടാർഗറ്റഡ് കില്ലിംഗ് ആക്രമണങ്ങളിലൂടെ IRGCയുടെ മുൻ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമിയുടെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ച ആക്രമണങ്ങളെ തുടർന്നാണ് ഈ കത്ത് അദ്ദേഹം എഴുതിയത്. IRGCയുടെ എയ്റോസ്പേസ് ഡിവിഷൻ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അമീർ അലി ഹാജിസാദെ, ഇറാൻ സായുധസേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ മുഹമ്മദ് ബാഗേരി, സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ കമാൻഡർ മേജർ ജനറൽ ഗുലാം അലി റഷീദ് എന്നിവരും ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ച പ്രമുഖരിൽ ഉൾപ്പെടുന്നു. ആക്രമണത്തിൽ വിദഗ്ധ ന്യൂക്ലിയർ ശാസ്ത്രജ്ഞരായ മുഹമ്മദ് മെഹദി തെഹ്റാൻചി, ഹെറൈദൂൻ അബ്ബാസി, ഡോക്ടർ അബ്ദുൽ ഹമീദ് മിനുച്ചർ എന്നിവരും കൊല്ലപ്പെട്ടിരുന്നു. ഇറാൻ മറക്കാത്ത, ഒരിക്കലും പൊറുക്കാത്ത ഒരു ആക്രമണമായിരുന്നു അന്ന് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്.